KTU സെമസ്റ്റർ 3 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ മുമ്പ് KTU മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ KTU പുതിയ സിലബസിൽ അതൊക്കെ വളരെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് സിലബസ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കുറച്ച് നമ്മളെപ്പോഴും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. കോൺസെപ്റ്റ്സ് നമുക്ക് പിന്നീടും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും, പ്രീവിയസ് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു പോകും. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ലൈവ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ചാറ്റായിട്ടോ മെയിലായിട്ടോ എന്ത് കാര്യമായിട്ട് നമുക്ക് ചോദിക്കാം. വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് KTU 4 മൊഡ്യൂളായിട്ടാണ് നമ്മുടെ 2024 സ്കീമിലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 60 മാർക്കിനാണ്, ബാക്കി 40 മാർക്ക് ഇന്റേണൽ മാർക്ക് എന്നുള്ള രീതിയിലാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നോർമൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഇത് എല്ലാ പോർഷനിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും അവർ ചോദിക്കുക. ചെറിയ പ്രോബ്ലംസും നമുക്ക് കുറച്ച് ചെറിയ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഇലാസ്റ്റിക് റിലേഷൻഷിപ്പ് അതിൻ്റെയൊക്കെ കുറച്ച് ഡെറിവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളും ടോർഷനും ബീംസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം അതിനകത്താണ് നമുക്ക് കൂടുതൽ കോൺസെപ്റ്റ്സും ഡെറിവേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നത്. തേർഡ് മൊഡ്യൂളാണ്, ബെൻഡിങ് ആണ്. അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് അധികം ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാകത്തില്ല. നാലാമത്തെ മൊഡ്യൂളും വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. നമുക്ക് ബക്ലിംഗ് തിയറിയും പിന്നെ നമ്മുടെ മോർ സർക്കിൾ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പാർട്ട് എ പാർട്ട് ബി ആയിട്ടാണ്. ആദ്യത്തെ പാർട്ട് എ എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ മൊഡ്യൂളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 8 ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും വരുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും പാർട്ട് എ വരുന്നത്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് വെച്ച് അപ്പോൾ നമുക്ക് മാർക്ക് വരുന്നതെന്ന് പറയുന്നത് 24 മാർക്കായിരിക്കും വരുന്നത്. ഓക്കെ, 24 മാർക്ക്, സോറി 3 മാർക്ക് വെച്ചാണ് 24 മാർക്ക്. ബാക്കി 36 മാർക്കാണ് നമുക്ക് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വെച്ച് 4 ക്വസ്റ്റ്യൻ വരും. ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാമിനാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് പഠിക്കുക. എക്സാം ടൈം ആകുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ നന്നായിട്ട് പഠിച്ചാൽ മതി. ഓരോ മൊഡ്യൂളിലെ ഒരു പോർഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ 60 മാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ആദ്യം തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ എല്ലാ എക്സാമ്പിളും ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സർക്കുലർ ഷാഫ്റ്റ് ഞാൻ എടുത്തു. അപ്പോൾ ഈ ഷാഫ്റ്റിന്റെ ഷേപ്പ് നമുക്കറിയാം, സർക്കുലർ ഷേപ്പാണ്. ഞാൻ ഈ ഷാഫ്റ്റിൽ ഒരു ലോഡ് കൊടുക്കുകയാണ്. ഈ ലോഡിന് ഞാൻ എഫ്, നമ്മൾ മെക്കാനിക്സിൽ ഇങ്ങനെ ലോഡ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ബോഡിയിൽ, നമ്മുടെ ബോഡിയെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു സിലിണ്ടറിക്കൽ ബോഡി. എൻ്റെ ബോഡിയുടെ പേര് സി. അപ്പൊ ഈ ഒരു ബോഡിയെ ഞാൻ 2 വശത്ത് നിന്നും പിടിച്ചെന്ത് ചെയ്യുകയാണ്, വലിക്കുകയാണ്. അപ്പോൾ വലിക്കുന്ന ഈ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടെൻസൈൽ ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, വലിക്കുന്ന ഫോഴ്സിന് നമ്മൾ എന്ത് പറയും, ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് ലോഡ് കൊടുക്കുകയാണെങ്കിലോ, എഫ് ഇങ്ങോട്ട് എഫ് ഇങ്ങോട്ട് ഇങ്ങനെ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോഴ്സിന് എന്ത് പറയും, ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് കംപ്രസീവ് ഫോഴ്സ്. കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 2 വശത്ത് നിന്നും നമ്മൾ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, കംപ്രസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഞാനിപ്പോ ഒരു വസ്തുവിനെ, നമ്മുടെ ഈ സിലിണ്ടറിക്കൽ ഷാഫ്റ്റിനെ ഞാൻ 2 സൈഡും പിടിച്ച് വലിക്കുകയാണ്. വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് എന്തുണ്ടാവും, ഒരു ചേഞ്ച് ഓഫ് ലെങ്ത് ഉണ്ടാവും. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വലിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടും അല്ലേ? ഇനി തിരിച്ച് ഞാൻ കംപ്രസ് ചെയ്താലോ, കംപ്രസ് ചെയ്താൽ എന്ത് പറ്റും,
ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറയും. നമ്മൾ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറയും. പ്രൊവൈഡഡ് ഇതെന്താണ്? ഒരു ഇലാസ്റ്റിക് ബോഡി ആണെങ്കിൽ. കാരണം നമ്മളിപ്പോ ഒരു തടിയൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അമക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതൊരു ബ്രിട്ടിൽ ബോഡിയാണ്. ഒരു ഇലാസ്റ്റിക് ബോഡി ആണെങ്കിൽ ഇതിൽ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ ലെങ്ത്. ടു ആൻ എക്സ്റ്റെന്റ് എന്തുണ്ടാവും? ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും അല്ലേ? അപ്പോ ഞാൻ ഇതിനെ വലിക്കുകയാണ്. വലിക്കുമ്പോ ഇപ്പോ ഉദാഹരണത്തിന് ആദ്യത്തെ ഇതിന്റെ ലെങ്ത് എന്തായിരുന്നു? ക്യാപിറ്റൽ എൽ ആയിരുന്നു. ഇതിനെന്തുണ്ടായി? ചെറിയൊരു ലെങ്തിന്റെ ചേഞ്ച് ഉണ്ടായി. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ചേഞ്ച് ഉണ്ടായി. ഈ ചേഞ്ച് ആണ് ഡെൽറ്റ എൽ. ഓക്കെ, ഈ ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെക്കാനിക്സ് എന്ന് പറയുന്ന ഫീൽഡിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പൊ ആദ്യം ഞാൻ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുകയാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ ഒരു ബോഡിയുടെയാണ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ. ഈ ഒരു ബോഡിയുടെ സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ്സിനെ നമ്മൾ ഈ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇതുപോലെ നമ്മുടെ ഒരു ഗ്രീക്ക് സിമ്പിൾ ആയിട്ടുള്ള സിഗ്മ വെച്ചിട്ടാണ് സ്ട്രെസ്സിനെ ഞാൻ എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. ഈ സബ്ജക്റ്റിൽ മൊത്തത്തിൽ എന്ത് തന്നെയായിരിക്കും? ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോ നമുക്കൊരു ഡൗട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പൊ സ്ട്രെസ്സും ഫോഴ്സ് ബൈ ഏരിയ, പ്രഷറും ഫോഴ്സ് ബൈ ഏരിയ. ഇതെങ്ങനെ ശരിയാവും? അപ്പൊ ഇത് രണ്ടും ഒന്നാണോ? പ്രഷറും സ്ട്രെസ്സും ഒന്നാണോ? അല്ല. കാരണം നമ്മൾ ഒരു പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഏത് സർഫസിലാണോ കൊടുക്കുന്നത് ആ സർഫസിലോട്ട് വരുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സർഫസിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ്, ആക്ടിങ് ഫോഴ്സ് ഏതാണോ അതേ ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്, സോറി, പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അതല്ല. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഫോഴ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഈ ബോഡിയിൽ അപ്ലൈ ചെയ്തു. ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ വെറുതെ ഒരു ബോഡിയിൽ എഫ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. രണ്ടിടത്തുനിന്നും എന്താണ് കോമൺ ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടിടത്തുനിന്നും പിടിച്ച് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ഈ ബോഡിക്ക് എന്തുണ്ടാവും? ഈ ബോഡി സ്വാഭാവികമായിട്ടും ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും അല്ലേ? അത് എങ്ങനെ റെസിസ്റ്റ് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ന്യൂട്ടൺസ് ലോ ഓഫ് ആക്ഷൻ എന്താണ് പറയുന്നത്? എവറി ആക്ട് ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവും? സെയിം ഒരു ഫോഴ്സ് ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും? തിരിച്ചു പിടിച്ച് വലിക്കും. നമ്മൾ ഈ ഫോഴ്സിനെ പിടിച്ച് വലിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മെറ്റീരിയൽ അതിന്റെ തന്നെ ആ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇതിനെ തിരിച്ചു വലിക്കും. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റീവ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ത് പറയുന്നത്? നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. പെർ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിനെ പറയുന്ന പേരാണ് പാസ്കൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സ്ട്രെയിനിലോട്ട് വരാം. സ്ട്രെയിൻ. അപ്പൊ നമ്മൾ ആദ്യം സ്ട്രെസ് പറഞ്ഞു. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിഗ്മ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. നമ്മൾ എഫ് എന്ന് ഇവിടെ ഉപയോഗിക്കുമെങ്കിൽ നമ്മൾ സാധാരണ MOSന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പി എന്നൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ MOSന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും MM-ലായിരിക്കും ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നിങ്ങൾ S1ലും S2ലും ഒക്കെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമ്മുടെ SI യൂണിറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ MOSന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ MM-ലായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഈ mm², ന്യൂട്ടൺ പെർ mm² വരുമ്പോൾ ഇതെന്ന് പറയുന്നത് യൂണിറ്റ് മെഗാ പാസ്കൽ ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ യൂണിറ്റിന്റെ കാര്യം പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ MM-ലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം MM-ലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതുപോട്ടെ. നമുക്ക് എന്ത് പറയാം? സ്ട്രെയിനിനെ പറ്റി പറയാം. ഓക്കെ, സ്ട്രെയിനിനെ പറ്റി പറയാം. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അപ്പൊ റേഷ്യോ ആണ്. സ്ട്രെയിനിനെ നമ്മൾ സാധാരണ MOSല് E എന്നാണ് വിളിക്കുക. ഓക്കെ, ഇ സ്ട്രെയിൻ, ഇ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. അത് എന്തിന്റെ റേഷ്യോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രെസ് പറഞ്ഞു. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എല്ലായിരുന്നു, ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണ്. അപ്പൊ നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, പി ബൈ എ. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ലോ ഉണ്ട്. ഈ ലോയുടെ പേരാണ് ഹുക്സ് ലോ. ഹുക്സ് ലോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏതുവരെ? ഇലാസ്റ്റിക് ലിമിറ്റ് എത്തുന്നത് വരെ. ഇലാസ്റ്റിക് ലിമിറ്റ് എത്തുന്നത് വരെ എന്തായിരിക്കും? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതാണ് ഹുക്സ് ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമ്മൾ എപ്പോഴും അറിയാമല്ലോ. പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ്. ഈ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് മെറ്റീരിയലിനെ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ വുഡിന്റെ യങ്സ് മോഡുലസ് ആയിരിക്കില്ല സ്റ്റീലിന്. സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് ആയിരിക്കില്ല കോപ്പറിന്. അപ്പൊ മെറ്റീരിയൽ അനുസരിച്ച് ഇതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റീല് നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറെയൊക്കെ നീളും. പക്ഷെ അതുപോലെ എന്ത് ചെയ്യത്തില്ല? വുഡ് നീങ്ങുമോ? ഇല്ല. വുഡ് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ പെട്ടെന്ന് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. ഇലാസ്റ്റിക് ലിമിറ്റ് എന്തായിരിക്കും? സ്റ്റീല്, കോപ്പർ, ഇതിനൊക്കെ എന്തായിരിക്കും? ഇലാസ്റ്റിക് ലിമിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ലോയാണ് എന്തെന്ന് പറയുന്നത്? ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഹുക്സ് ലോ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റാനായിട്ട് എന്ത് ഉപയോഗിച്ചു? യങ്സ് മോഡുലസ് ഉപയോഗിച്ചു. ഈ യങ്സ് മോഡുലസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ടെക്നിക്ക് കാണിക്കാം. ഒന്നുമില്ല, ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സ്ട്രെസ്സിനെ എന്ത് ചെയ്തു? ഫോഴ്സ് ബൈ ഏരിയ ആക്കി. ഓക്കെ, സ്ട്രെയിന് ഞാൻ എന്ത് ചെയ്തു? ഡെൽറ്റ എൽ ബൈ എൽ ആക്കി. ഓക്കെ, സ്ട്രെസ്സിനെ എന്ത് ചെയ്തു? ഫോഴ്സ് ബൈ ഏരിയ. നമുക്കറിയാം സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? സ്ട്രെസ്സിന് പകരം പി ബൈ എ കൊടുക്കാം, സ്ട്രെയിന് പകരം എന്ത് കൊടുക്കാം? ഡെൽറ്റ എൽ ബൈ എൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്തിന് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർമുല കൊണ്ടുവരാം. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ. ഓക്കെ, പി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ. ആദ്യത്തെ മൊഡ്യൂളിലെ ഒരു പാർട്ട് ഓഫ് പ്രോബ്ലംസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൽറ്റ എല്ലിന്റെ ഫോർമുലയാണ്. അപ്പൊ ഫോർമുല നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഇതിലോട്ട് പോവുക. ഓക്കെ, ഇതിലോട്ട് പോയിട്ട് എവിടെ നിന്ന് എന്ത് ചെയ്യുക? ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. പി ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ഇ കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമുക്ക് നാളെ മുതൽ അടുത്ത ആദ്യത്തെ മൊഡ്യൂൾ മുതലുള്ള പ്രോബ്ലങ്ങൾ ചെയ്തു തുടങ്ങാം. ആദ്യത്തെ മൊഡ്യൂൾ മുതലുള്ള ഡെറിവേഷൻസ് ചെയ്തു തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് KT വീണ്ടും ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്ത് വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. 60 മാർക്കും നമുക്ക് വാങ്ങിക്കാവുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എക്സാം ആവുമ്പോൾ ലാസ്റ്റ് നമ്മൾ മൊഡ്യൂൾസ് എല്ലാം തീർത്തിട്ട് 4 മൊഡ്യൂളും തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യും. എക്സാമിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പഠിക്കും. അതുപോലെ പഠിക്കുക, സെലക്ട് ചെയ്ത് പഠിക്കുക. 60 മാർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വാങ്ങിക്കും. ഓക്കെ, താങ്ക് യു.